ടാരോട്ട് ഹീലിംഗ് വിത്ത് ശ്രീരുദ്രയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ റീഡിങ്ങിനായിട്ട് ഞായറാഴ്ച റീഡിങ്ങിലേക്ക് നമുക്ക് കിടക്കാം. അത് കരിയർ റിലേറ്റഡും കറണ്ടും അതിന് എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടോ എന്നും ഗൈഡൻസുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 4 കാർഡുകൾ നമുക്കിവിടെ അതിന് വേണ്ടി എടുത്ത് വയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. 4 കാർഡുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ആദ്യത്തെ കാർഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും കിങ് ഓഫ് കപ്സ് എന്ന കാർഡാണ്. ഇത് ജലതത്വത്തെ കുറിക്കുന്ന കാർഡാണ്, ഒരു കംപ്ലീഷൻ്റെ കാർഡും കൂടെയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, അതായത് സ്നേഹം നൽകാനും ആഴത്തിൽ വികാരങ്ങൾ പ്രകടിപ്പിക്കാനും ഒക്കെ പ്രാപ്തിയുള്ളവരാണ്, കഴിവുള്ളവരാണ് നിങ്ങൾ എന്നാണ് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ. നിങ്ങളുടെയും ഉള്ളു അങ്ങനെ തന്നെയാണെന്ന് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ സഞ്ചാരം വൈകാരികമാണെങ്കിലും പ്രക്ഷുബ്ധമാണെങ്കിലും നിങ്ങൾ ഡിപ്ലോമാറ്റിക് ആണെന്ന് കാണുന്നുണ്ട്. എന്തു തന്നെ വന്നാലും നേരിടാനും കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതായത് ഇനി അടുത്ത നമുക്ക് കരിയറിനെ കുറിച്ചിട്ടുള്ള കാർഡ് ഏതാണെന്ന് നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. നൈറ്റ് ഓഫ് സോർഡ്സ് എന്ന കാർഡാണ് വന്നിട്ടുള്ളത്. ഇത് അറിയാമല്ലോ, സോർഡ്സുകൾ എപ്പോഴും ഹെയർ എലമെൻറ്റിനെ കുറിക്കുന്ന ഒരു കാർഡാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അല്പം വേഗത കൂടുതലാണ്. ആവേശത്താൽ ഏതോ ഒരു ലക്ഷ്യപ്രാപ്തിയിലെത്താൻ, അത് ചിലപ്പോൾ ബിസിനസ്സിലായാലും ഔദ്യോഗിക ജീവിതത്തിലായാലും അത് നേടിയെടുക്കാനുള്ള തീവ്രമായ ആഗ്രഹം നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതിൻ്റെ ആവേശത്തിൽ മുൻപിൻ ചിന്തിക്കാതെയുള്ള പ്രവർത്തനമാണെന്ന സൂചനയാണ് ഈ കാർഡ് നൽകുന്നത്. എടുത്തു ചാടി പ്രവർത്തിക്കാതെ പതുക്കെ സാവധാനം ചിന്തിച്ച് നീങ്ങുക. അതിവേഗത ഒരുപക്ഷെ നമ്മളെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കില്ല. അത് ആണ് ഈ കാർഡ് തന്ന യൂണിവേഴ്സ് നമ്മളെ അറിയിക്കുന്നത്. തിരിച്ചടി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുക. അവിവേകമല്ല, വിവേകമാണ് ഇവിടെ വേണ്ടത്. അടുത്ത നമുക്ക് ഇതിന് രണ്ടിനുമായിട്ടുള്ള ബ്ലോക്കേജ് എന്താണെന്നും കൂടി നോക്കേണ്ടതുണ്ട്. ബ്ലോക്കേജ് ആയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ് ദ ടവർ എന്ന മേജർ ആർക്കാന കാർഡാണ്. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം, ഒരു ഗോപുരം അവിടെ തകർന്ന് വീഴുന്നതും 2 പേർ താഴേക്ക് തലകുത്തി വീഴുന്നതുമായിട്ടുള്ളൊരു കാർഡാണ്. അപ്പോൾ ഈ കാർഡ് നൽകുന്ന സൂചന നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ, ഒരു തടസ്സം, ഒരു വീഴ്ച, ഇതൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം. അത് ചിലപ്പോൾ ദൈവനിയോഗമാകാം. ഒരു പതനത്തിലൂടെയുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പിനെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ചിലപ്പോൾ കരിയറിൽ ഒരു മാറ്റം, അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മാറ്റമാവാൻ സാധ്യതയില്ല, ഒരു ട്രാൻസ്ഫർ, അതൊക്കെ വന്നു ചേരാം. എന്നാൽ യൂണിവേഴ്സ് തരുന്നത് എന്താണെന്ന് കണ്ടെത്തി അതിനെ നമ്മൾ പിന്തുടരാൻ നോക്കുക. അടുത്ത് നമുക്ക് യൂണിവേഴ്സൽ ഗൈഡൻസ് ആയിട്ട് തന്നിരിക്കുന്നത് അത് നല്ലൊരു കാർഡാണ്, പോസിറ്റീവായിട്ടൊരു കാർഡാണ്. കിങ് ഓഫ് വാൻഡ്സ് എന്ന കാർഡാണ്. ഈ കാർഡ് ഇപ്പോൾ വർക്ക് പ്ലേസിലായാലും ഫാമിലിയിലായാലും നിങ്ങൾ ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ നിൽക്കാനും കഠിനാധ്വാനത്തിലൂടെ ഉയർച്ചയിലെത്താനും നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് നൽകുന്നത്. നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു കരിയറിൽ തന്നെ ഒരു സക്സസ് നിങ്ങളെ കാത്തിരിക്കുന്നു. ഒരു ഉയർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വരാമെന്ന് കാണുന്നു. മണി അബണ്ടൻസ് നിങ്ങളെ തേടിയെത്തുന്നു. എല്ലാവർക്കും ശുഭകരമായ ഒരു ആഴ്ച ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.